നിയമലംഘനം നടത്തിയ വാഹനത്തിന് പിഴ ചുമത്തിയ MVD ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. അടൂർ MVD സ്ക്വാഡ് ഉദ്യോഗസ്ഥൻ ലൈജുവിനെതിരെയാണ് നടപടി. ഇതിൽ 2 വർഷങ്ങളുണ്ട്. ഒന്നാമത്തെ വർഷം എന്ന് പറയുന്നത് ഈ പ്രസ്തുത വാഹനവും വാഹനത്തിന്റെ ഉടമയും പ്രളയ ദുരിത മേഖലകളിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. ഈ വാഹനം അതിന് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ആറന്മുളയിലാണ് ഈ വാഹനം ഉപയോഗിക്കുകയും ചെയ്തത്. എന്നാൽ അതിനുശേഷം ഈ അടൂര് ബൈപ്പാസിൽ വെച്ചിട്ടാണ് ഈ MVDയുടെ പതിവായിട്ടുള്ള ചെക്കിങ്ങിൽ ഈ വാഹനം പെടുകയും ഈ വാഹനം പരിശോധിക്കുന്ന സമയത്ത് ഈ വാഹനത്തിന് കൃത്യമായ നിയമ ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ആഡംബര ലൈറ്റുകൾ ഉണ്ടായിരുന്നു വാഹനത്തിന്, അതുപോലെ തന്നെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു. ആ ഒരു 2 നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് MVD ഉദ്യോഗസ്ഥനായ ലൈജു 7000 രൂപ പിഴത്തുക നൽകുന്നത്. പൊല്യൂഷൻ എടുത്തുകൊണ്ട് വരുന്ന പക്ഷം ഇത് 250 രൂപയായി കുറച്ചു കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാഹനത്തിന്റെ ഉടമ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും തുടർന്ന് ഈ പിഴത്തുക 5250 രൂപയാക്കി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇതൊരു രാഷ്ട്രീയപരമായി ഇതിനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും അബിൻ വർക്കി MLA നേതൃത്വത്തിൽ അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിഴത്തുക പിരിച്ച് ഈ വാഹനത്തിന്റെ ഉടമയ്ക്ക് നൽകി. ഈ വാഹനത്തിന്റെ ഉടമ ഈ പിഴത്തുക അടയ്ക്കുകയും ചെയ്തു. അവിടെ ഈ പ്രശ്നങ്ങളെല്ലാം തീർന്നതാണ്. എന്നാൽ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് ഒരു നടപടി എടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്.